കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എനിക്ക് പിന്നിൽ കാണുന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നിലച്ച നിലയിലാണ്. അത് ഒരു 10 നില കെട്ടിടമാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കെട്ടിട നിർമ്മാണം നിലച്ചത് അല്ലെങ്കിൽ ഇത് നിർത്തിയത് എന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് ഇങ്ങനെ നിലയ്ക്കാൻ കാരണം? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ 10 നില ടവർ നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. ഒരു നില പൂർത്തീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ കരാറുകാരൻ കളഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. 2010 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതുവരെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ 10 നില ടവർ പൂർത്തീകരിക്കാൻ ഏതാണ്ട് 67 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 90 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇത്രയും നാളായിട്ടും ഒരു നില മാത്രം പൂർത്തീകരിക്കാൻ സാധിച്ചു. അവിടെ താലൂക്ക് ആശുപത്രിയിലുള്ള അസൗകര്യങ്ങൾ കൂടുകയാണ്. ഇനി പുതിയ കരാറുകാരനെ കണ്ടെത്താൻ ടെൻഡർ വിളിക്കുകയും അതിന് ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിരവധി വിഷയങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് രോഗികൾ. കാരണം ആശുപത്രിയിൽ ചെല്ലുന്നവർക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സാമഗ്രികളും മറ്റ് അസൗകര്യങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളമെമ്പാടും അറിവുള്ളതാണ്. ഡോക്ടർ വന്ദനാദാസ് കൊല ചെയ്യപ്പെട്ടതിൻ്റെ ചരമദിനം മെയ് 10 വീണ്ടും വരികയാണ്. ഈ അടുത്ത ദിവസം തന്നെ അവിടെ ഈ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിൻ്റെ പ്രതീകമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എയ്ഡ് പോസ്റ്റൊക്കെ തുടങ്ങിയെങ്കിലും പോലീസ് ഓഫീസർ തന്നെ മദ്യപിച്ച രാത്രിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഈ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തതായിട്ടൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ താലൂക്ക് ആശുപത്രിയിലുള്ള അസൗകര്യങ്ങൾ പെരുകുകയാണ്. നമ്മുടെ തൊട്ടടുത്ത പുനലൂർ താലൂക്ക് ആശുപത്രി എന്തുമാത്രം വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ 10 നില കെട്ടിടമൊക്കെ പൂർത്തിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കളങ്കം മായ്ച്ചുകൊണ്ട് നഗരസഭയും നമ്മുടെ ധനകാര്യമന്ത്രിയും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കുവാനും അതോടൊപ്പം അവയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും മോർച്ചറികൾ പ്രവർത്തിപ്പിക്കുവാനും എക്സ്റേ മിഷൻ ഉൾപ്പെടെ ECG മിഷൻ ഉൾപ്പെടെ ബ്ലഡ് ബാങ്ക് നവീകരിച്ചുകൊണ്ട് രോഗികൾക്ക് ആവശ്യമായ പരിചരണം ലഭിക്കുവാൻ വേണ്ടി പുതിയ ഡോക്ടർമാരെ നിയോഗിക്കുവാൻ വേണ്ടി സത്വരമായ നടപടികൾ എടുക്കണമെന്ന് മാത്രമാണ് കോൺഗ്രസ്സിന് ആവശ്യപ്പെടാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുക.